ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കോർഡിനേറ്റ്സ് അഥവാ സൂചക സംഖ്യകൾ എന്ന പാഠത്തിൽ നിന്നും 2018, 2019 വർഷങ്ങളിൽ SSLC എക്സാമിനേഷനിൽ ചോദിച്ച ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് ചർച്ച ചെയ്യുന്നത്. 2018 SSLC എക്സാമിനേഷനിൽ ചോദിച്ച ചോദ്യമാണ് ആദ്യം തന്നെ നോക്കാനായിട്ട് പോകുന്നത്. ഇൻ ദ ഫിഗർ OABC is a rectangle and its breadth is 3. Write the coordinates of the vertices B and C. ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന ചതുരം OABCയുടെ വീതി 3 BC എന്നീ മൂലകളുടെ സൂചക സംഖ്യകൾ എഴുതുക. ഇവിടെ നമുക്ക് XY ആക്സിസ് അഥവാ അക്ഷങ്ങൾ തന്നിട്ടുണ്ട്. അതിൽ OABC എന്നൊരു റെക്ടാങ്കിൾ അഥവാ ചതുരം തന്നിട്ടുണ്ട്. അതിന്റെ ബ്രെഡ്ത്ത് അഥവാ വീതി എന്നത് 3 സെന്റിമീറ്റർ ആണെന്നും തന്നിട്ടുണ്ട്. അതുപോലെ A എന്ന പോയിന്റിന്റെ കോർഡിനേറ്റ് അഥവാ സൂചക സംഖ്യ 6, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ബിന്റെയും സിന്റെയും കോർഡിനേറ്റ്സ് അഥവാ സൂചക സംഖ്യകളാണ്. നമുക്കറിയാം, ഒരു കോർഡിനേറ്റ്സ് അഥവാ സൂചക സംഖ്യകൾ എങ്ങനെയാണ് എഴുതുക? ആദ്യം ഒരു ബ്രാക്കറ്റ് ഇടുന്നു, അതിനുശേഷം ആ പോയിന്റ് X ആക്സിസിലെ ഏത് നമ്പറിന് സമാനമാണോ അത് എഴുതുന്നു, കോമ Y ആക്സിസിന് ഏത് സംഖ്യക്ക് സമാനമാണോ അത് എഴുതുന്നു, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യും. ഇങ്ങനെയാണ് കോർഡിനേറ്റ്സ് അഥവാ സൂചക സംഖ്യകൾ എഴുതുക. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ബിന്റെ കോർഡിനേറ്റ് അഥവാ സൂചക സംഖ്യ എഴുതാം. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു, അതിനുശേഷം ബി എന്ന പോയിന്റ് X ആക്സിസിൽ ഏത് സംഖ്യക്ക് സമാനമാണെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് ഈ പോയിന്റിൽ നിന്നും നേരെ അടിയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ X ആക്സിസ് അഥവാ X അക്ഷമാണ്. അപ്പോൾ ഈ നമ്പറാണ്, ഇവിടെ ഏത് നമ്പർ ആണോ അതാണ് നമുക്ക് കിട്ടേണ്ടത്. ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് A എന്നത് 6, A എന്നത് X ആക്സിസ് അഥവാ X അക്ഷത്തിലെ ഒരു പോയിന്റ് ആണ്. അത് എത്രയാണ്? 6 തന്നിട്ടുണ്ട്. അതിന്റെ അർത്ഥം എന്താണ്? A എന്ന് പറയുന്ന പോയിന്റ് X ആക്സിസിൽ 6 എന്ന സംഖ്യയിലും Y ആക്സിസിൽ 0 അതായത് ഈ പോയിന്റ് 6 എന്നാണ് തന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് ബിയിലെ ആദ്യത്തെ സൂചക സംഖ്യ 6 എന്ന് എഴുതാം. ഇനി Y ആക്സിസിൽ ബി എവിടെയാണെന്നാണ് അടുത്തതായിട്ട് കണ്ടുപിടിക്കുന്നത്. അതായത് ഈ പോയിന്റിന് നേരെ സമാനമായിട്ട് Y ആക്സിസിൽ ഈ പോയിന്റ് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അതിനായിട്ട് നമുക്ക് തന്നിട്ടുണ്ട് OABC എന്ന റെക്ടാങ്കിൾ അഥവാ ചതുരത്തിന്റെ വീതി 3, അതായത് ഈ ലെങ്ത് 3 തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഈ പോയിന്റ് 3, അതായത് ബി എന്ന പോയിന്റ് Y ആക്സിസിന് 3 എന്ന നമ്പറിന് സമാനമാണ്. അപ്പോൾ ബിന്റെ കോർഡിനേറ്റ്സ് ഏതാണ്? 6, 3. അടുത്തതായി നമുക്ക് സിന്റെ കോർഡിനേറ്റ്സ് അഥവാ സൂചക സംഖ്യയാണ് കണ്ടുപിടിക്കേണ്ടത്. ആദ്യം തന്നെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു, സി X ആക്സിസിൽ അഥവാ X അക്ഷത്തിൽ എവിടെയാണെന്ന് കണ്ടുപിടിക്കണം. അതിനായിട്ട് നമുക്ക് ഈ പോയിന്റിന്റെ നേരെ അടിയിലേക്ക് X ആക്സിസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ എത്രയാണ്? 0. നമുക്കറിയാം, X ആക്സിസും Y ആക്സിസും അഥവാ X അക്ഷവും Y അക്ഷവും കൂട്ടിമുട്ടുന്ന സ്ഥലം ഒറിജിൻ അഥവാ ആധാര ബിന്ദുവാണ്. അവിടെ X ആക്സിസിന്റെയും Y ആക്സിസിന്റെയും കോർഡിനേറ്റ്സ് എന്താണ്? 0, 0. അപ്പൊ നമ്മൾ ആദ്യം തന്നെ 0 എന്ന് എഴുതി. അടുത്തതായി സി എന്നത് Y ആക്സിസിൽ എവിടെയാണ് എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. സി എന്ന പോയിന്റ് Y ആക്സിസിൽ 3 എന്ന നമ്പറിലാണ് കിടക്കുന്നത്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? 3. അതായത് ബി എന്ന പോയിന്റിന്റെ കോർഡിനേറ്റ് 6, 3 അഥവാ സൂചക സംഖ്യ 6, 3 സി എന്ന പോയിന്റിന്റെ കോർഡിനേറ്റ് അഥവാ സൂചക സംഖ്യ 0, 3 എന്നുമാണ്. അടുത്തതായി 2019 SSLC എക്സാമിനേഷനിൽ ചോദിച്ച ചോദ്യമാണ് നോക്കാനായിട്ട് പോകുന്നത്. ആദ്യത്തെ ചോദ്യം, ഫൈൻഡ് ദ കോർഡിനേറ്റ്സ് ഓഫ് ദ പോയിന്റ് ഓൺ X ആക്സിസ് വിച്ച് ഈസ് അറ്റ് എ ഡിസ്റ്റൻസ് 4 യൂണിറ്റ്സ് ഫ്രം 3, 4. 3, 4 എന്ന ബിന്ദുവിൽ നിന്നുള്ള അകലം 4 X അക്ഷത്തിലെ ബിന്ദു ഏതാണ്? ആദ്യത്തെ ചോദ്യത്തിന് ഉത്തരം എഴുതാം. ഇവിടെ നമ്മളോട് കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞിട്ടുള്ളത് 3, 4 എന്നൊരു പോയിന്റ് ഉണ്ട്. ഈ പോയിന്റിൽ നിന്നും 4 യൂണിറ്റ് അകലെയായി X ആക്സിസിൽ ഒരു കോർഡിനേറ്റ് ഉണ്ടാകും. ആ കോർഡിനേറ്റ് ആണ് നമുക്ക് കണ്ടുപിടിക്കാനായിട്ടുള്ളത്, അഥവാ ആ സൂചക സംഖ്യയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഈ പോയിന്റ് X ആക്സിസിലാണ് നിൽക്കുന്നത്. എന്താണ് X ആക്സിസിലെ കോർഡിനേറ്റ്സിന്റെ പ്രത്യേകത? ഇത് X ആക്സിസ്, ഇത് Y ആക്സിസ്. X ആക്സിസും Y ആക്സിസും മീറ്റ് ചെയ്യുന്ന ഈ പോയിന്റ് ഒറിജിൻ അഥവാ ആധാര ബിന്ദു എന്നാണ് പറയുക. അതിലെ കോർഡിനേറ്റ് എത്ര വരും? 0, 0. അതായത് ഈ പോയിന്റിൽ Xും Yയും 0. ഇനി ഇങ്ങനെ ഒരു പോയിന്റിനെയാണ് നമുക്ക് X ആക്സിസിൽ അഥവാ X അക്ഷത്തിലെ കോർഡിനേറ്റ് എന്ന് പറയുന്നത്. എന്താണ് ഇതിന്റെ പ്രത്യേകത? ഇതിൽ Y കോർഡിനേറ്റ് 0 ആയിരിക്കും.
അതുപോലെ ഇനി y ആക്സിസിൽ അഥവാ y അക്ഷത്തിൽ വരുന്ന കോർഡിനേറ്റ്സിന്റെ പ്രത്യേകത എന്താണ്? അതിലെ x കോർഡിനേറ്റ് 0 ആയിരിക്കും. അതായത് ഇവിടെ നമ്മുടെ ഈ പോയിന്റിൽ x0 അഥവാ x0 എന്നൊരു കോർഡിനേറ്റ് ആണ് വരുന്നത്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എക്സിന്റെ വാല്യൂ ആണ്. നമുക്കറിയാം രണ്ട് പോയിന്റ്സ് തന്നിട്ട് അതിന്റെ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? d √of x2 - x1 ഹോൾ സ്ക്വയർ പ്ലസ് y2 - y1 ഹോൾ സ്ക്വയർ ആണ്. ഇവിടെ നമുക്ക് 3, 4ന് x1 y1 എന്നും x0 x2 y2 എന്നും കൊണ്ട് സൂചിപ്പിക്കാം. അപ്പോൾ എങ്ങനെ വരും? √of x2 ഇവിടെ എന്താണ്? x മൈനസ് x1 എന്താണ്? 3 സ്ക്വയർ പ്ലസ് y2 എന്താണ്? 0 മൈനസ് y1 4 സ്ക്വയർ ഈക്വൽ ടു ഇവ തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? 4 യൂണിറ്റ് ആണെന്ന് തന്നിട്ടുണ്ട്. ആദ്യം തന്നെ നമുക്ക് ഈ റൂട്ടിനെ ഇക്വേഷന്റെ വലതുഭാഗത്തേക്ക് കൊണ്ടുപോകാം. അപ്പോൾ എന്ത് വരും? 4 സ്ക്വയർ x മൈനസ് 3 ഹോൾ സ്ക്വയർ പ്ലസ് 0 മൈനസ് 4 എന്താണ്? -4 -4ന്റെ സ്ക്വയർ എന്ത് വരും? 16 ഈക്വൽ ടു 4ന്റെ സ്ക്വയർ 16. അതായത് x മൈനസ് 3 ഹോൾ സ്ക്വയർ ഈക്വൽ ടു 16. ഈ 16 ഈ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ -16. x മൈനസ് 3 ഹോൾ സ്ക്വയർ ഈക്വൽ ടു 0. x മൈനസ് 3 ഈക്വൽ ടു ഈ സ്ക്വയർ ഈ സൈഡിലേക്ക് വന്നാൽ √0 വരും. √0 തന്നെയാണ്? 0 തന്നെയാണ്. ദാറ്റ് ഈസ് x ഈക്വൽ ടു ഈ -3 സൈഡിലേക്ക് വന്നാൽ +3. അതായത് x0 എന്ന കോർഡിനേറ്റിലെ എക്സിന്റെ വാല്യൂ എത്രയാണ്? 3 ആണ്. അതായത് the coordinates of the point on x-axis which is at a distance 4 units from 3, 4 is 3, 0. അഥവാ 3, 4 എന്ന ബിന്ദുവിൽ നിന്നുള്ള അകലം 4 ആയ x അക്ഷത്തിലെ ബിന്ദു 3, 0 ആണ്. ഇനി ഇതുപോലെ തന്നെയാണ് രണ്ടാമത്തെ ചോദ്യം. Find the coordinates of the point on x-axis at a distance 5 units from 3, 4. 3, 4 എന്ന ബിന്ദുവിൽ നിന്നുള്ള അകലം 5 ആയ x അക്ഷത്തിലെ ബിന്ദുക്കൾ ഏതൊക്കെയാണ്? അപ്പോൾ 3, 4 എന്നൊരു പോയിന്റ് ഇട്ടു. അതിൽ നിന്ന് 5 യൂണിറ്റ് അകലെയായിട്ട് നമ്മുടെ x ആക്സിസിൽ അഥവാ x അക്ഷത്തിൽ ഒരു കോർഡിനേറ്റ് ഉണ്ട്. അതിന് നമ്മൾ x0 എന്ന് സൂചിപ്പിച്ചു. അങ്ങനെയാണെങ്കിൽ എക്സിന്റെ വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നേരത്തെ ചെയ്ത പോലെ തന്നെ ഇക്വേഷൻ എന്താണ്? രണ്ട് പോയിന്റ്സ് തന്നു കഴിഞ്ഞാൽ അവയുടെ അകലം കാണാനുള്ള ഇക്വേഷൻ x2 - x1 ഹോൾ സ്ക്വയർ പ്ലസ് y2 - y1 ഹോൾ സ്ക്വയർ ആണ്. ഇവിടെ നമുക്ക് 3നെയും 4നെയും x1 y1 എന്നും എക്സിനെയും 0ത്തെയും നമുക്ക് x2 y2 എന്നും സൂചിപ്പിക്കാം. അപ്പോൾ എങ്ങനെ വരും? √of x2 എന്നത് എന്താണ്? x മൈനസ് x1 എത്രയാണ്? 3 ഹോൾ സ്ക്വയർ പ്ലസ് ഇനി y2 എത്രയാണ്? 0 മൈനസ് y1 4 ഹോൾ സ്ക്വയർ ഈക്വൽ ടു ഡിസ്റ്റൻസ് എത്രയാണ്? 5 യൂണിറ്റ് ആണ്. ഇനി റൂട്ട് ആ സൈഡിലേക്ക് പോകുമ്പോൾ x മൈനസ് 3 ഹോൾ സ്ക്വയർ പ്ലസ് -4ന്റെ സ്ക്വയർ എത്ര വരും? 16 ഈക്വൽ ടു 5 സ്ക്വയർ. x മൈനസ് 3 ഹോൾ സ്ക്വയർ പ്ലസ് 16 ഈക്വൽ ടു 5ന്റെ സ്ക്വയർ 25. x മൈനസ് 3 ഹോൾ സ്ക്വയർ ഈക്വൽ ടു 25. ഈ പ്ലസ് 16 ഈ സൈഡിലേക്ക് വന്നാൽ -16. x മൈനസ് 3 ഹോൾ സ്ക്വയർ ഈക്വൽ ടു 25ൽ നിന്നും 16 പോയി കഴിഞ്ഞാൽ 9. x മൈനസ് 3 ഈ ഹോൾ സ്ക്വയർ ഈ സൈഡിലേക്ക് വന്നാൽ √9. അതായത് x മൈനസ് 3 ഈക്വൽ ടു 9ന്റെ റൂട്ട് എത്രയാണ്? പ്ലസ് ഓർ മൈനസ് 3 ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ രണ്ട് ഉത്തരങ്ങൾ കിട്ടും. ഒന്ന് x മൈനസ് 3 ഈക്വൽ ടു -3 എന്നും ഓർ x മൈനസ് 3 ഈക്വൽ ടു +3 എന്നും കിട്ടും. ഇതിൽ നിന്ന് x കണ്ടുപിടിച്ചാൽ എന്ത് വരും? -3 ഈ -3 സൈഡിലേക്ക് വന്നാൽ +3. -3യും +3യും എന്ത് വരും? 0. ഓർ x ഈക്വൽ ടു ഈ -3 സൈഡിലേക്ക് പോയാൽ 3 + 3 ഈക്വൽ ടു 6. അതായത് എക്സിന്റെ രണ്ട് വാല്യൂസ് നമുക്ക് കിട്ടിയത് ഒന്ന് x ഈക്വൽ ടു 0 ഓർ x ഈക്വൽ ടു 6. ഇവിടെ നമുക്കറിയാം എക്സിന്റെ x ആക്സിസിലെ കോർഡിനേറ്റ് ആയിട്ട് നമ്മൾ എങ്ങനെ എഴുതിയിട്ടുള്ളത്? x0. അപ്പോൾ ആദ്യത്തെ വാല്യൂ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് വരും? 0, 0. ആൻഡ് ഇനി രണ്ടാമത്തെ വാല്യൂ ഇട്ട് കൊടുത്താൽ എന്ത് വരും? 6, 0. അതായത് the coordinates of the points on x-axis at a distance 5 units from 3, 4 is 0, 0 and 6, 0. അഥവാ 3, 4 എന്ന ബിന്ദുവിൽ നിന്നുള്ള അകലം 5 ആയ x അക്ഷത്തിലെ ബിന്ദുക്കൾ 0, 0, 6, 0വുമാണ്.
2019 SSLC എക്സാമിനേഷനിൽ ചോദിച്ച അടുത്ത ചോദ്യം, ഡ്രോ ദ കോർഡിനേറ്റ് ആക്സിസ് ആൻഡ് മാർക്ക് ദ പോയിന്റ്സ് A11, B71. Draw an isosceles right triangle ABC with AB as hypotenuse. Write the coordinates of C. XY അക്ഷങ്ങൾ വരച്ച് A11, B71 എന്നീ ബിന്ദുക്കൾ അടയാളപ്പെടുത്തുക. AB കർണമായി ABC എന്ന സമപാർശ്വ മട്ടത്രികോണം വരയ്ക്കുക. സിയുടെ സൂചക സംഖ്യകൾ എഴുതുക. ആദ്യം തന്നെ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് കോർഡിനേറ്റ് ആക്സിസുകൾ അഥവാ അക്ഷങ്ങൾ വരയ്ക്കാനാണ്. ഇവിടെ നമ്മൾ എക്സ് ആക്സിസ് വരച്ചിട്ടുണ്ട്, അതുപോലെ വൈ ആക്സിസും വരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പോയിന്റ്സുകൾ മാർക്ക് ചെയ്യണം. 1 സെന്റിമീറ്റർ ഇടവിട്ട് സ്കെയിൽ ഉപയോഗിച്ച് 1, 2, 3, 4, 5, 6, 7, അതുപോലെ വൈ ആക്സിസിലും 1, 2, 3, 4, 5, 6 എക്സെട്ര ഇങ്ങനെ വരച്ചിട്ടുണ്ട്. ഈ പോയിന്റ് 0. ഇനി മാർക്ക് ദ പോയിന്റ്സ് A11. ആദ്യം തന്നെ നമുക്ക് മാർക്ക് ചെയ്യേണ്ട പോയിന്റ് അഥവാ ബിന്ദു എന്നത് എത്രയാണ്? 1, 1 എന്ന പോയിന്റ് ആണ്. അതായത് എക്സ് ആക്സിസിൽ 1 ആവണം, വൈ ആക്സിസിലും 1 ആവണം. അപ്പോൾ എക്സ് ആക്സിസിലെ 1 എവിടെയാണ്? ഇത് എവിടെയാണ്. വൈ ആക്സിസിലെ 1 എവിടെയാണ്? ഈ 2 പോയിന്റ്സ് മീറ്റ് ചെയ്യുന്നത് എവിടെയാണ്? ഇവിടെ ആയിട്ടാണ്. അതായത് ഈ പോയിന്റ് ആണ് എ. ഇനി അടുത്തതായി ബി ആണ് നമുക്ക് മാർക്ക് ചെയ്യേണ്ടത്. ബി എന്ന പോയിന്റിന്റെ കോർഡിനേറ്റ് അഥവാ സൂചക സംഖ്യ ഏതാണ്? 7, 1. അതായത് ബി എന്ന പോയിന്റ് എക്സ് ആക്സിസിൽ 7ന് സമാനവും വൈ ആക്സിസിൽ 1ന് സമാനവുമാണ്. അപ്പോൾ ആദ്യം തന്നെ എക്സ് ആക്സിസിൽ 7 എവിടെയാണ്? ഇവിടെയാണ്. വൈ ആക്സിസിൽ 1 എവിടെയാണ്? ഇവിടെയാണ്. ഇത് രണ്ടും മീറ്റ് ചെയ്യുന്ന ഭാഗം ഇവിടെയാണ്. അപ്പോൾ ബി എന്ന പോയിന്റ് ഇവിടെയാണ്. അപ്പോൾ ആദ്യത്തെ ചോദ്യം ഇതാണ്. നമ്മൾ കോർഡിനേറ്റ് ആക്സിസ് വരച്ചു, എ ബി എന്ന പോയിന്റ്സ് അഥവാ ബിന്ദുക്കൾ അടയാളപ്പെടുത്തി. ഇനി രണ്ടാമത്തെ ചോദ്യം എന്താണ്? ഡ്രോ ആൻ ഐസോസെലസ് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ABC വിത്ത് AB ആസ് ഹൈപ്പോട്ടന്യൂസ്. AB കർണമായി ABC എന്ന സമപാർശ്വ മട്ടത്രികോണം വരയ്ക്കുക. അതായത് ABC എന്നൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ അഥവാ മട്ടത്രികോണമാണ് നമുക്ക് വരയ്ക്കേണ്ടത്. എന്താണ് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ അഥവാ മട്ടത്രികോണത്തിന്റെ പ്രത്യേകത? അതിലെ ഒരു ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. ഇനി നമ്മൾ പറഞ്ഞിട്ടുള്ളത് എന്താണ്? ഈ ABC എന്ന ട്രയാങ്കിൾ അഥവാ ത്രികോണം ഐസോസെലസ് ട്രയാങ്കിൾ അഥവാ സമപാർശ്വ ത്രികോണമാവണം. എന്താണ് സമപാർശ്വ ത്രികോണത്തിന്റെ പ്രത്യേകത? അവയുടെ 2 ആംഗിൾസ് അഥവാ കോണുകൾ തുല്യമായിരിക്കും. അതുപോലെ ആ കോണുകൾക്ക് എതിർവശം വരുന്ന സൈഡുകളും തുല്യമായിരിക്കും. അതായത് ഈ 2 സൈഡുകളും തുല്യമാണ്, ഈ 2 ആംഗിൾസും തുല്യമാണ്. 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് വരുന്ന സൈഡാണ് ഹൈപ്പോട്ടന്യൂസ് അഥവാ കർണം എന്ന് പറയുന്നത്. ഇവിടെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് AB എന്ന ലൈൻ ആയിരിക്കണം ഹൈപ്പോട്ടന്യൂസ് അഥവാ കർണം. അപ്പോൾ ഈ ലൈൻ AB ആണ്, ഇത് C ആണ്. ഈ 2 ആംഗിൾസും ഈക്വൽ ആണെന്ന് നമുക്കറിയാം. ഇവിടെ 90 ഡിഗ്രിയാണ്. അപ്പോൾ ഈ ആംഗിൾസ് എത്ര വരും? നമുക്കറിയാം ഒരു ട്രയാങ്കിൾ അഥവാ ഒരു ത്രികോണത്തിന്റെ 3 കോണുകളും കൂട്ടിക്കഴിഞ്ഞാൽ 180 ഡിഗ്രി കിട്ടണം. അതിൽ ഇത് 90 ഡിഗ്രി ആണെന്ന് തന്നിട്ടുണ്ട്. 180ൽ നിന്ന് 90 പോയാൽ എത്രയാണ്? 90. ആ 90നെ പകുതിയാക്കി കഴിഞ്ഞാൽ 45 ഡിഗ്രി ഈ ആംഗിൾ, 45 ഡിഗ്രി ഈ ആംഗിൾ നമുക്ക് കിട്ടും. ഇനി ഈ ഒരു ട്രയാങ്കിൾ അഥവാ ഈ ഒരു ഐസോസെലസ് സമപാർശ്വ ത്രികോണം നമുക്ക് ഇവിടെ വരയ്ക്കണം. ആദ്യം തന്നെ എ ബി എന്ന ബിന്ദുക്കളെ കൂട്ടി യോജിപ്പിച്ച ഒരു ലൈൻ വരയ്ക്കണം. അതിനുശേഷം എ എന്ന പോയിന്റിൽ നിന്നും 45 ഡിഗ്രി ആംഗിൾ പ്രൊട്രാക്ടർ ഉപയോഗിച്ച് എടുത്തതിന് ശേഷം സി എന്ന ബിന്ദുവിലേക്ക് ഒരു ലൈൻ വരയ്ക്കണം. അതുപോലെ ബി എന്ന പോയിന്റിലും പ്രൊട്രാക്ടർ ഉപയോഗിച്ച് 45 ഡിഗ്രി അളന്ന ശേഷം സിയിലേക്ക് ഒരു ലൈൻ വരയ്ക്കണം. ഈ പോയിന്റിനെ നമ്മൾ സി എന്നിടുന്നു. ഇത് എത്രയാണ്? 90 ഡിഗ്രി ആംഗിൾ ആണെന്ന് നമുക്കറിയാം. എ ബി എന്നത് ഹൈപ്പോട്ടന്യൂസ് ആണ്. ഇങ്ങനെയാണ് എ ബി എന്ന ബിന്ദുവിലൂടെ ഒരു ഐസോസെലസ് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഉണ്ടാക്കുന്നത്. മൂന്നാമത്തെ ചോദ്യം എന്താണ്? റൈറ്റ് ദ കോർഡിനേറ്റ്സ് ഓഫ് സി. സിയുടെ സൂചക സംഖ്യകൾ എഴുതണം. അതായത് സി എന്ന പോയിന്റ് എക്സ് ആക്സിസിന് സമാനമായിട്ടും വൈ ആക്സിസിന് സമാനമായിട്ടും എവിടെയാണെന്ന് കണ്ടുപിടിക്കണം. അതിനായിട്ട് സിയിൽ നിന്ന് നമ്മളൊരു പെർപെൻഡിക്കുലർ ലൈൻ അഥവാ ഒരു ലംബം എ ബിയിലേക്ക് വരയ്ക്കുന്നു. എ ബി സി ഒരു ഐസോസെലസ് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ അഥവാ ഒരു സമപാർശ്വ ത്രികോണമായതുകൊണ്ട് തന്നെ ഈ സി എന്നത് എ ബി എന്നതിനെ കറക്റ്റ് പകുതിയായിട്ടാണ് മുറിക്കുക. അതായത് ഇവിടെ 1, 2, 3 ആണ് ഈ നീളം.
അതുപോലെ തന്നെ ഇവിടെയും 1 2 3 ആണ് വരിക. ഈ പോയിന്റ് 4 അപ്പൊ നമുക്ക് എന്ത് പറയാം? സി എന്ന പോയിന്റ് എക്സ് ആക്സിസിൽ 4 സമാനമായിട്ടാണ്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് സി എന്ന പോയിന്റ് വൈ ആക്സിസിൽ ഏതക്കത്തിന് ഏത് സംഖ്യക്ക് സമാനമായിട്ടാണെന്ന് കണ്ടുപിടിക്കണം. അതിനായിട്ട് നമുക്കിത് ഈ ലംബത്തിന്റെ അഥവാ ഈ പെർപെൻഡിക്കുലർ ലൈനിന്റെ ലെങ്ത് അഥവാ നീളം കണ്ടുപിടിക്കണം. ഇവിടെ എ സി ഇതിനെ നമുക്ക് ഡി എന്ന് പേരിട്ട് കഴിഞ്ഞാൽ എ സി ഡി എന്നതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ അല്ലേ, അഥവാ ഒരു മട്ടത്രികോണമാണ്. അതിലെ എ എന്ന പോയിന്റ് 45 ഡിഗ്രിയാണ്, ഡി എന്ന പോയിന്റ് 90 ഡിഗ്രിയാണ്. ഇതൊരു ഐസോസെലസ് ട്രയാങ്കിൾ ആയതുകൊണ്ട് തന്നെ ഇതിന്റെ കറക്റ്റ് പകുതിയിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് എത്രയായിരിക്കും? 45 ഡിഗ്രിയാണ്. അതായത് എ ഡി സി എന്നതൊരു ഐസോസെലസ് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. കാരണം അതിന്റെ 2 ആംഗിൾസ് ഈക്വൽ ആണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? 45 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് 3 ആണെങ്കിൽ ഈ 45 ഡിഗ്രിയുടെ ഓപ്പോസിറ്റും എത്രയായിരിക്കും? 3 യൂണിറ്റ് ആണ്. അതായത് ഡി സി എന്ന ലൈനിന്റെ നീളം 3 യൂണിറ്റ് ആണെന്ന് കിട്ടി. ഇനി ഈ ലെങ്ത് എത്രയാണ് വരിക? 1 യൂണിറ്റ് ആണ്. അപ്പോൾ 1 യൂണിറ്റും 3 യൂണിറ്റും കൂട്ടിക്കഴിഞ്ഞാൽ സി എന്ന പോയിന്റ് വൈ ആക്സിസിൽ എവിടെയാണ്? 4 യൂണിറ്റിലാണെന്ന് കിട്ടി. അതായത് എക്സ് ആക്സിസിലും വൈ ആക്സിസിലും 4 യൂണിറ്റുകൾക്ക് സമാനമായിട്ടാണ് സി എന്ന പോയിന്റ് നിൽക്കുന്നത്. അപ്പോൾ സിയുടെ കോർഡിനേറ്റ്സ് ഏതൊക്കെയാണ്? 4 4 ആണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത വീഡിയോയിൽ 2020, 2021 വർഷങ്ങളിലെ ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും ചർച്ച ചെയ്യുന്നതാണ്. താങ്ക്